ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതെടുത്താലും മതി. ഓയിൽ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളിതാ ഇതുപോലെ പിടിച്ചു നോക്കിയാൽ ഇങ്ങനെ ആയി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോവാതെ ഒട്ടലൊന്നും ഇല്ലാതെ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചെരുവിയതും 1/4 കപ്പ് ശർക്കര ചീകിയെടുത്തതും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ശർക്കര ഒന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ മിക്സ് ഇതാ ഇതുപോലെ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ചെറിയ ചെറിയ ഓരോ ബോളാക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് എടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കല്ലിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് ഫുള്ളായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ റൗണ്ടിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ ബോൾ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ 2 സൈഡും ഒന്ന് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നടുഭാഗം എടുത്തിട്ട് വേണം ഇതുപോലെ ഒട്ടിച്ച് വെക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ഒരു കോൺ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ ആക്കിയെടുക്കാം. നടുഭാഗം നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് വിടർന്ന് വരും. ഇനി നമുക്കിതൊരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ ഉള്ളൂ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും, ക്രിസ്പി ആയിട്ട് കിട്ടില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്